ഓസ്ട്രേലിയയിൽ വൊളോങ്കോങ് എന്ന് പറയുന്ന സ്ഥലത്ത് ക്രിഞ്ചില്ല വില്ലേജ്, അത് നിങ്ങൾക്ക് ദൂരെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കടലിൽ തിരമാലകൾ അടിക്കുന്ന കാണാം. അതിനോടടുത്ത് കാണുന്നൊരു ഫാക്ടറിയാണ് നിങ്ങൾ കാണുന്നത്. ഇത് ബൾബറി എന്ന് പറയുന്ന ഒരു പ്ലാന്റ്. ഇതാണ് ക്രിഞ്ചില്ല വില്ലേജിൻ്റെ ഓരോ ഏരിയയാണ് നിങ്ങൾ കാണുന്നത്. റെസിഡൻഷ്യൽ ഏരിയ അത്. അവിടെ നമ്മുടെ ഹോം ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. വെജിറ്റബിൾസും ഫ്രൂട്ട്സും നമ്മൾ ഓൾറെഡി പ്ലാന്റ് ചെയ്തു. സമ്മറിലേക്ക് ഇവരൊക്കെ റെഡിയായിട്ട് വരാൻ പാകത്തിന് എല്ലാത്തിനും ഫ്ലാഗുകൾ കൊടുത്ത് ഓരോ പ്ലാന്റിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പാകത്തിന് എല്ലാത്തിനും ഫ്ലാഗുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് ചെടിയാണ് ഏത് ചട്ടിയിലുള്ളതെന്നുള്ളത്. അപ്പോൾ ഇതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന നമുക്ക് മിക്കവാറും വേസ്റ്റായിട്ട് വരുന്ന കണ്ടെയ്നറുകളുണ്ടല്ലോ, പ്ലാസ്റ്റിക് കണ്ടെയ്നറുകൾ, നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങിക്കുന്ന അങ്ങനെയൊക്കെയുള്ള, അതിനെ നമ്മൾ ടോപ്പ് കട്ട് ചെയ്ത് സൈഡിൽ പൊത്തൊക്കെ ഇട്ട് വെള്ളം ഡ്രെയിൻ ചെയ്യാൻ പോകുന്ന രീതിയിൽ അതെല്ലാം ചെയ്ത് വെർമി കമ്പോസ്റ്റും നമ്മൾ പോട്ട് മിക്സിങ് ഉണ്ടല്ലോ, അത് ചാണകപ്പൊടി, ഇതെല്ലാം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്തുള്ള ഏറ്റവും വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഓരോ വാട്ടർ ബോട്ടിൽ സെൻറ്ററിൽ വെച്ചിരിക്കുന്നത്. അത് നമ്മുടെ മൈക്രോ കമ്പോസ്റ്റ് യൂണിറ്റുകളാണ്. അതിനകത്ത് ഓൾറെഡി ഫില്ലിംഗ് ആയി കഴിഞ്ഞു. നമ്മുടെ അടുക്കളയിൽ വരുന്ന ഫ്രൂട്ട്സ്, വെജിറ്റബിൾ, അങ്ങനെയുള്ള സാധനങ്ങൾ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വേസ്റ്റ്, വെറ്റ് വേസ്റ്റ് സാധനങ്ങൾ അത് ഓൾറെഡി അതിൽ നമ്മൾ നിക്ഷേപിച്ച് നമ്മുടെ ചെടിച്ചട്ടിയുടെ ആ കണ്ടെയ്നറിൻ്റെ സെൻറ്റർ ഏരിയയിൽ നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നു. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ നമ്മൾ എർത്ത് ബോംസിന്, ഓസ്ട്രേലിയയിൽ നമ്മുടെ പറമ്പിൻ്റെ സൈഡിൽ തന്നെ എന്തെങ്കിലും കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ എർത്ത് ബോംസ് ഉണ്ട്. അപ്പോൾ ആ എർത്ത് ബോംസിന് അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഓൾറെഡി നിക്ഷേപിച്ച് കഴിഞ്ഞു. ഇത് 15-20 ഡേയ്സിൽ അത് കമ്പോസ്റ്റായിട്ട് മാറിക്കോളും. അപ്പോൾ ചെടിക്ക് വേണ്ട വളം അതിൽ നിന്ന് കിട്ടും, നല്ലൊരു ശതമാനം അതിൽ നിന്ന് കിട്ടും. പിന്നെ നമ്മുടെ അടുക്കളയിൽ വരുന്ന കഞ്ഞിവെള്ളം പിടിച്ച് വയ്ക്കുക, ഇറച്ചി, മീൻ കഴുകുന്നത്, പച്ചക്കറി കഴുകുന്ന അങ്ങനെയുള്ള വെള്ളം നമ്മൾ പിടിച്ച് അടുക്കളയിലോ അടുക്കളയുടെ പുറത്ത് ഗാർഡൻ്റെ ഏരിയയിൽ കൊണ്ടുവന്ന് വെച്ചേക്കുക. അത് കുറച്ച് ദിവസം ഇരുന്ന് പുളിച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനെ ഡൈല്യൂട്ട് ചെയ്യണം. ഈക്വൽ എമൗണ്ട് ഓഫ് വെള്ളം മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് ഈ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ കിച്ചൺ ഗാർഡൻ, ഹോം ഗാർഡൻ, കിച്ചൺ വെറ്റ് വേസ്റ്റ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ നല്ല പച്ചക്കറി, ഉള്ളി, മുളക് സാധനങ്ങളെല്ലാം നമ്മുടെ ഹോം ഗാർഡനിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇനി ഒരു 2-3 മാസം കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അടുത്ത വീഡിയോ നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി.